നമസ്കാരം. തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനേക്കാൾ സന്തോഷത്തിൽ ട്യൂഷൻ ക്ലാസ്സിന് പോകുന്നത് കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയൊരു സ്ഥലം നമ്മുടെ തിരുവല്ലയിലുണ്ട്. കവിയൂരിലെ സ്മിത ടീച്ചറിൻ്റെ വീടാണ് ആ ലൊക്കേഷൻ. ടീച്ചറിൻ്റെ വീട്ടിൽ ഓണപ്പരിപാടികൾ നടക്കുന്നതറിഞ്ഞ് അവിടെ എത്തിയ ഞങ്ങളെ അക്ഷരാർത്ഥത്തിൽ ടീച്ചറും കുട്ടികളും ഞെട്ടിച്ച് കളഞ്ഞു. പൊളിയെന്ന് പറഞ്ഞാൽ ഒരേ പൊളി, ഒരേ വൈബ്. സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടറിഞ്ഞതിലും വലിയ സംഭവങ്ങളായിരുന്നു ടീച്ചറിൻ്റെ വീട്ടിൽ ഞങ്ങളെ കാത്തിരുന്നത്. പണ്ടൊക്കെ ട്യൂഷൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടികൊള്ളാനും എംപോസിഷൻ എഴുതാനും ഒക്കെ ഉള്ള വേദി മാത്രമായിരുന്നു. അന്ന് ഇതുപോലെ ഒരു ടീച്ചറോ ട്യൂഷൻ ക്ലാസ്സോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ കുട്ടികളൊക്കെ ജീവിതം ആസ്വദിച്ചു പോയേനെ. ഇതാണ് നമ്മുടെ വൈറൽ താരം സ്മിത ടീച്ചർ. മുമ്പ് ICC സ്കൂളിൽ അധ്യാപിക. ഇപ്പോൾ 16 വർഷമായി വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നു. UKG മുതൽ +2 വരെയുള്ള കുഞ്ഞുങ്ങൾ. പോരാത്തതിന് ഓൺലൈൻ ക്ലാസ്. പഠനത്തിന് പഠനം, വിനോദത്തിന് വിനോദം. അതാണ് ടീച്ചറിൻ്റെ ലൈൻ. കുട്ടികളോട് പരമാവധി സോഷ്യലാകാനും ടീച്ചറിനറിയാം, കണ്ണുരുട്ടി പേടിപ്പിക്കാനും അറിയാം. പഠിക്കേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം ടീച്ചറിനില്ല. പക്ഷേ കൊച്ചു കുട്ടികൾക്ക് തേനിൽ മരുന്ന് കൊടുത്ത് അകത്താക്കിക്കുന്നത് പോലെ ടീച്ചർ നൈസായി അങ്ങ് പഠിപ്പിക്കും. പാസ് മാർക്ക് വാങ്ങി ജയിക്കുന്ന കുട്ടിക്കും ടീച്ചറിൻ്റെ അടുത്ത് വന്നാൽ പിന്നെ 80% മാർക്ക് ഉറപ്പാണ്. ഇപ്പോൾ നടത്തിയ ഓണപ്പരിപാടികളുടെ കാര്യം തന്നെ എടുക്കാം. പ്ലാൻ ചെയ്തത് ടീച്ചർ, നടപ്പിലാക്കിയത് കുട്ടികൾ. ഓണവിഭവങ്ങൾ എത്തിച്ചത് മാതാപിതാക്കൾ. ചോറ് ടീച്ചർ വെച്ചു, സാമ്പാർ ഒരാൾ, പരിപ്പ് ഒരാൾ, തോരൻ ഒരാൾ, അവിയൽ ഒരാൾ, ഉപ്പേരി ഒരാൾ. അങ്ങനെ സകലമാന വിഭവങ്ങളും ഓരോ മാതാപിതാക്കൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അത്തപ്പൂക്കളം മുതൽ ഡാൻസ്, പാട്ട് എന്ന് വേണ്ട പരിപാടികളുടെ മേളം തന്നെയായിരുന്നു കുട്ടികൾ ഒരുക്കിയത്. ഇങ്ങനെ ഒരു ടീച്ചറിനെ കിട്ടാൻ പുണ്യം ചെയ്യണം മക്കളെ. Celebration. പാപ്പി, ഹലോ. പാപ്പിയെ കണ്ടോ? പാപ്പി നാണം കുടുങ്ങിയാണോ? മോനെ എങ്ങനെയുണ്ട് ട്യൂഷൻ്റെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ട്യൂഷന് കേട്ടോണേ, സാധാരണ ഇത് ട്യൂഷനൊക്കെ പോകാൻ കുട്ടികൾക്ക് പേടിയാണ്. ട്യൂഷൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഫുൾ ടൈം ഇവിടെ ആണെന്ന് തോന്നുന്നില്ലേ? രാവിലെ ഭയങ്കര സന്തോഷം. ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ വരും. ടീച്ചറെ ഇത് നഷ്ടമാണോ? ഞായറാഴ്ച ദിവസം സ്വസ്ഥത തരത്തില്ലെന്ന് തോന്നുന്നു കുട്ടികളല്ലേ? സ്കൂളിൽ പോകാറുണ്ടോ? അത് പോകാറുണ്ട്. അത് സ്കൂൾ സെക്കൻഡാന്ന് തോന്നുന്നു കേട്ടോ പാപ്പിക്ക്. എങ്ങനെ ടീച്ചറിന്റെ പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? അത് രസം. ഓക്കെ, കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? കൂട്ടുകാരെല്ലാവരോടും കമ്പനിയാ. ട്യൂഷൻ സെന്റർ എന്നൊന്നും പറയാൻ പറ്റില്ലേ? വീട്ടിലെ ഊണെന്നൊക്കെ പറയുന്ന പോലെ വീട്ടിലെ ട്യൂഷൻ, ഇവിടുത്തെ ഒരു അനുഭവമൊക്കെ എങ്ങനെയുണ്ട്? ആദ്യമായിട്ടാണ് ട്യൂഷൻ ക്ലാസ്സിലോട്ടൊക്കെ വരുന്നത്. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 10ല്. പേര്? സേറ. ഏത് സ്കൂളാ? ചോയ്സ് സ്കൂൾ. ഓക്കെ, ഇനി പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതുവരെയും ട്യൂഷൻ പോയിട്ടില്ല? ട്യൂഷൻ പണ്ട് പഠിച്ചു, പക്ഷെ വീട്ടിലോട്ട് സാറ് വരും അങ്ങനെ പഠിച്ചത്. ക്ലാസ്സിലോട്ട് വീട്ടിലോട്ട് ഇങ്ങനെ വന്ന് പഠിക്കുന്ന ആദ്യമായിട്ട്. എൻ്റെ തിരുവല്ല ഇവിടെ വരെ വരുവാണ്. ഓക്കെ, സന്തോഷം. എങ്ങനെയുണ്ട് ട്യൂഷൻ സെന്റർ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ കൂട്ടുകാരെയൊക്കെ കിട്ടി, പരിചയപ്പെടാം. ടീച്ചറും നല്ലതാണ്, എല്ലാവരും നല്ലതാണ്. ടീച്ചർ വഴക്ക് പറയാറുണ്ടോ? വടിയെടുത്തിട്ടുണ്ടോ? ചെറുതായിട്ട്. വീട്ടിൽ കേൾക്കണ്ട, കട്ട് ചെയ്തോളാം. പിന്നെ ഇന്ന് ഈ ഒരു പെർഫോമൻസ് കുറെ ദിവസമായോ തുടങ്ങിയിട്ട് പഠിക്കാനൊക്കെ? തുടങ്ങി, പ്രാക്ടീസ് ഒക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? അതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഗംഭീര ഡാൻസ് ആയിരുന്നു, ഞങ്ങളും അഭിനന്ദിക്കുന്നു. എന്റെ പേര് പ്രഭിത. വീട് മനക്കച്ചിറ. ഓക്കെ, ഏത് ക്ലാസ്സിലാ? ഞാൻ 10th. ഏത് സ്കൂളാ? നാഷണൽ സ്കൂൾ വള്ളംകുളം. കലോത്സവത്തിനൊക്കെ ഒരുപാട് പോയിന്റ് നേടുന്ന സ്കൂളാണ് അല്ലേ? ടീച്ചറിന്റെ അടുത്ത് എത്ര നാളായി? ടീച്ചറിന്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് വന്നായിരുന്നു, പിന്നെ പോയി. 10th പിന്നെ വന്നു. എങ്ങനെ ടീച്ചർ അടിപൊളിയല്ലേ? ടീച്ചർ പഠിക്കുന്ന ടൈമിൽ പഠിക്കണം, അല്ലാതെ ടൈമിൽ നമ്മളോട് വൈബായിട്ട് നിൽക്കും.
ഓക്കെ. എല്ലാത്തിനും ടീച്ചർ കട്ടൊക്കെ കൂടെ കട്ടയ്ക്ക് കൂടെ ഉണ്ട്, സത്യം പറയാം. മോള് സ്കൂൾ പെർഫോമൻസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കലാത്തിലൊക്കെ ഓക്കെ. എ ഗ്രേഡ് ഓക്കെ. മോഡൽ എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാനിവിടെ 10th തൊട്ട് ഉള്ളത്, ഇപ്പം 3 വർഷമായി വന്നിട്ട്. ഞാൻ +2 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ നല്ല എനിക്ക് 82% അഭിനന്ദനങ്ങൾ. ഞാൻ 3 വർഷം വന്നപ്പോൾ ലൈക്ക് നമ്മളൊരു വീട് എങ്ങനെയാണോ അതേപോലെ പഠിക്കുന്ന സമയത്ത് പഠിക്കും, പിന്നെ എല്ലാ പരിപാടിക്കും ഫുൾ സപ്പോർട്ടാണ് മിസ്സ്. നമ്മളോട് ഡാൻസ് കളിക്കാനായാലും പറയും, ഇങ്ങനെ കളിക്കും, പക്ഷെ അങ്ങനെയില്ല, ചിലപ്പോൾ അതെ. നമുക്ക് പഠിക്കാനായാലും നമ്മളിപ്പോൾ ബാക്കിലോട്ട് നിന്നാലും നമ്മളെ ഫുൾ സപ്പോർട്ട് ചെയ്ത് മുന്നിലോട്ട് കൊണ്ടുവരും. എല്ലാം എല്ലാം. ദിവസം ബോർഡ് കാവുമ്പോ. ഇല്ല ഞാൻ ഒരു പരിപാടിയും കയറില്ല. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടൊരു പരിപാടിക്കും കയറാത്ത ആളാണോ ഇത്? എന്താ തകർപ്പൻ മേളമായിരുന്നു. ഇവിടെ എത്ര നാളായി പഠിക്കാൻ തുടങ്ങി? ഇവിടെ ഞാൻ 2 വർഷം +1 വന്നതാ. ഇടയ്ക്ക് നിർത്തിയില്ലല്ലോ അല്ലേ? ഇല്ല. കണ്ടിന്യൂ ചെയ്യുക. ടീച്ചർ എങ്ങനെയുണ്ട്? അടിപൊളി, ഒന്നും പറയില്ല. ആണല്ലേ? അടി കിട്ടിയിട്ടുണ്ടോ? പിന്നെ അടിയൊക്കെ കിട്ടും. ദേഷ്യമൊന്നും ഇല്ലല്ലേ ടീച്ചറിന്? എന്ത് അടി കിട്ടി പിന്നെ അപ്പം അത് കിട്ടും. പിന്നെ നമ്മളോട് ഭയങ്കര കമ്പനിയാണ്. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? പലതരം കരകൾ മിന്നി നിറയും, മുണ്ടൊന്ന് മടക്കി കുത്തി ഞെരിപ്പുലുക്കില് വരുന്നേ ശ്രീമാൻ വരുന്നേ. ഓണം കളറാക്കണ്ടേ, ഓണം ജോറാക്കണ്ടേ, ഓണം പൊളിയാക്കണ്ടേ, ഫുൾ ഓണാക്കണ്ടേ. ഇതില് ഒരു ട്യൂഷനും നമ്മൾ കണ്ടിട്ടില്ല ഇത്രയും സന്തോഷിപ്പിക്കുന്ന ഒരു ടീച്ചർ. എല്ലാവരും ഇന്നേറ്റ് ചെയ്തിട്ട് ടീച്ചറിന് ഒന്ന് കൈ കൊടുത്തു. അത് ടീച്ചറിന്റെ ആദരവാണ്. ഇങ്ങനെ ഒരു സമീപനം അത് എങ്ങനെ തോന്നി ടീച്ചറിന് ഇങ്ങനെ ഒക്കെ ചെയ്യാൻ? ലൈക്ക് ഞാൻ നേരത്തെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അന്ന് മുതലേ ഞാൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത്. ഇതെൻ്റെ 16th ഇയറാണ്. അപ്പം എനിക്ക് ആദ്യം ഈ ട്യൂഷൻ എന്നൊന്നും പറയുന്ന ഒരു വലിയ ഇഷ്ടമുള്ളൊരു കാര്യമല്ലായിരുന്നു. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിള്ളേരെന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സത്യം പറഞ്ഞാൽ പിള്ളേരില്ലെങ്കിൽ ഞാനില്ലെന്നുള്ള രീതിയിലാണ്. കാരണം അവരെ ഒരു ദിവസം പോലും മിസ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ടീച്ചർ പഠിപ്പിക്കുന്ന ഏതൊക്കെ ക്ലാസ് തൊട്ടുണ്ട് ഇപ്പോൾ? UKG മുതൽ എല്ലാവരും ഉണ്ട്. UKG മുതൽ +2 വരെ ഉണ്ട്. സിലബസ് കേരള ഉണ്ട്, CBSE ഉണ്ട്, ICSE ഉണ്ട്. ഓക്കെ. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കും ഇവിടെ വാഹനങ്ങളിലൊക്കെ കുട്ടികളെ കൊണ്ടുവിടുന്നത് വരുന്നുണ്ടല്ലോ. ഉണ്ട്, ചെങ്ങന്നൂരിൽ നിന്നൊക്കെയാണ്. ഓക്കെ. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.